കൊട്ടാരക്കര ശ്രീധരൻ നായർ. അപ്പോൾ ഒരു ലിജൻഡറി ആക്ടറാണ്. അപ്പോൾ ഒരുപാട് ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഉള്ള ജനറേഷനിലുള്ളവർക്ക് അത്രത്തോളം പേര് ഭയങ്കര ഒരു ബ്രാൻഡാണെങ്കിലും അറിയാൻ ചാൻസ് ഇല്ല. പക്ഷെ മൈ ഡിയർ കുട്ടിച്ചാത്തൻ കണ്ടവർക്ക് നല്ല ഓർമ്മയുണ്ടാവും അതിലെ ഒരു ക്യാരക്ടർ. എനിക്ക് തോന്നുന്നു ഞങ്ങളെ ഒരു ജനറേഷനിലൊക്കെ എനിക്കൊക്കെ അതാണ് ഓർമ്മ. ചെമ്മീനിലൊക്കെ ഞാൻ ഇങ്ങനെ നമ്മൾ റിസർച്ചിന് വേണ്ടി കാണാന്നല്ലാതെ അതൊന്നും ഞാൻ കണ്ട പടങ്ങളല്ല. അപ്പം അത്രയും മുൻപ് കാലഘട്ടത്തിൽ എല്ലാവരും ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ആക്ടറിൻ്റെ ഫാമിലിയിൽ നിന്ന് വരുന്നു. പിന്നീട് അമ്മ ആക്ടറാണ്. അപ്പം അതൊക്കെ ഒരു ബെനിഫിഷ്യൽ ആയിട്ടാണോ തോന്നിയേക്കുന്നത്, അതോ ഒരു ഭയങ്കര ചലഞ്ചിങ് ആയിട്ടാണോ തോന്നിയേക്കുന്നത് ആസ് ആൻ ആക്ടർ? എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം തുടക്ക സമയത്ത് ഈ പറയുന്ന പോലെ ഒന്നാമത് നമ്മളിങ്ങനെ പേടിച്ചാണ് അഭിനയിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ ഈ അപ്പൂപ്പൻ ഭയങ്കര എല്ലാവരും വന്നിട്ട് ആദ്യം അപ്പൂപ്പൻ അങ്ങോട്ട് തുടങ്ങും. അപ്പൂപ്പൻ എന്തായിരുന്നു, അപ്പൂപ്പൻ്റെ സൗണ്ട്, അപ്പൂപ്പൻ്റെ ഗാംഭീര്യം, അപ്പൂപ്പൻ്റെ ആക്ടിങ് പരിപാടി അന്നത്തെ കാലത്ത് ഇത്ര നാച്ചുറലായിട്ട് ഞാനിങ്ങനെ പറഞ്ഞിരിക്കും. അപ്പം എൻ്റെ ചിന്ത എന്താ, ഇത് കഴിഞ്ഞിട്ട് എന്നെയല്ലേ ഷേക്കിന് വിളിക്കുന്നത്, അതാണോ ഇനി ഇവർ എന്നിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൊരു പേടി അന്നത്തെ ആ തുടക്ക സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൽ കാര്യമില്ല. അത് നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടോ അതിലങ്ങനെ പേടിച്ചിട്ടോ കാര്യമില്ലെന്ന് എനിക്ക് പിന്നെ പോകെ മനസ്സിലായി.